ആദ്യം നമ്മൾ ചെയ്യാൻ പോണ എന്തരാണ് പറ. അതെ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണെന്ന് പറയുമ്പോൾ തുരുമ്പെടുത്ത ഭാഗമൊക്കെ ഇനി തുരുമ്പെടുക്കാതിരിക്കാനായിട്ട് എന്തരാണ് അടിക്കണേ? ഇനാമൽ പെയിന്റ്. ആൻറ്റി റസ്റ്റ് ഇനാമൽ പെയിന്റ്. ആദ്യം മാറ്റൊക്കെ ഇളക്കി കളയണം. ഇളക്കി കളഞ്ഞിട്ട് അതടിക്കണം അല്ലേ? എത്രയുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സീറ്റ് എല്ലാം അഴിച്ച് മാറ്റണം. ഒരു സീറ്റ് അഴിച്ച് അടുത്ത സീറ്റ് അഴിക്കാനുള്ള പുറപ്പാടിലാണ്. ആദ്യത്തെ ദിവസമാണ്, ഫസ്റ്റ് ഡേ ആണ്. ഇങ്ങനെ ഒരു എത്ര ദിവസം എടുക്കടാ? 100 എടുക്കുമോ? എടുക്കത്തില്ല. അയ്യോ, ഫസ്റ്റ് അപ്പം സീറ്റൊക്കെ അഴിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം. അടുത്ത ഇനി മൊത്തം തുരുമ്പായല്ലേ? ഇനിയും കിടന്ന ഇത് ഓട്ട വരും. ഇത് ഒരു വീട് വയ്ക്കാനുള്ള മണലുണ്ടല്ലേ? വീടല്ല, മാഫിയാണ്, മണൽ മാഫിയ. അയ്യോ, ഒരു സീറ്റ് അഴിച്ച് അടുത്ത സീറ്റ് അഴിക്കാൻ പറ്റില്ല. തിരിച്ചടാ. ഇങ്ങോട്ടാണോ? അങ്ങോട്ട്. പറ്റുന്നില്ലടാ. ചെയ്യണത് എന്തിനാണ്? ഡോർ പാഡ് മാറ്റണതാണ്. അതൊക്കെ മൊത്തം പോയി പൊളിഞ്ഞു ഗൈസ്. അപ്പോൾ ഇതിന് മാറണം. അതാണ് ആദ്യം ഉണ്ടായത്. എനിക്കറിയാതൊക്കെ ഓടിച്ച് പറിച്ചെടുക്കും. ഇപ്പം പറഞ്ഞു വരട്ടില്ല. വേറെ മേടിക്കാൻ കിട്ടുമല്ലോ. വേറെ മേടിക്കാൻ കിട്ടാൻ നൈസായിരുന്നു. കുഴപ്പമില്ല, ചോദിച്ച് പറയും. വർഷാപ്പിലോട്ടോ ഇതും വേണ്ടേ? ഈ സീറ്റിന് 2 ദിവസം നടക്കണം. വണ്ടി ഓടിക്കാനും അതേട്ടോ എല്ലാം പോയിട്ട് സബ് ഫിറ്റ് ചെയ്യണം. ഡോർ പേഡ്, ബാക്കിലെ ഡിക്കിയിലെ പേഡ് എല്ലാം സെറ്റ് ചെയ്യണം. ഒരു പണിയുണ്ട് ഗെയ്സ്. നിങ്ങൾ ഈ കിടക്കുന്ന വണ്ടിയാണ്. ഇതിപ്പോൾ കാണുമ്പോഴല്ലേ നിങ്ങൾ ഇനി കാണാൻ പോകണം. ഇതൊരു മാറ്റം മാറാൻ പോവുകയാണ് ഈ വണ്ടി. നമ്മൾ ഡോർ പാഡ് ഊരിയിട്ടുണ്ട്. അപ്പുറത്തെ ബാക്കിയല്ലേ ഇളക്കി. ഒരു 2 ആണിയും കൂടെ ഉള്ളു. ഡോർ പാഡ് 2 ഊരിയിട്ടുണ്ട്. നമ്മുടെ വർഷാപ്പിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് മേറ്റെല്ലാം ഒന്ന് ഊരിയിട്ട് നമുക്കൊന്ന് അടിയെല്ലാം വൃത്തിയാകും. എടാ, വണ്ടി എടുക്കുമ്പോൾ ടക്ക് സൗണ്ട് ഉണ്ടല്ലോടാ. ആക്സിഡന്റ് ആയിരിക്കും അല്ലേ? അതും കൂടെ അടിയില്ലല്ലേ? നാട് വണ്ടിയുടെ ഒരു പവർ പിന്നല്ല. HKSന്റെ ഒരു എക്സോസ്റ്റ് കൂടെ കയറ്റിയെടുത്തത്. ഒരു കോലമായി നോക്കി. നമ്മുടെ വീടെത്തി. മറ്റേ കഴിക്കണല്ലേ? നാല് കാര്യം നടക്കും. കിടന്നിടത്ത് കയറൂലല്ലേ? കയറും. ഒന്നുകൂടെ ഒന്ന് ബാക്കി ഇറക്കി കയറ്റി സാർ. അതിനകത്ത് സെൻ്റെ എടുത്ത് കളിയിടാണ്. ഓക്കെ, ബൈക്ക് മാറ്റി തരായിരുന്നു. ഇല്ല, ബോട്ട് ഇനി ഫുൾ അടിച്ചു. പരിപാടി എന്ന് പറയുമ്പോൾ അകത്തെ മാറ്റ് ഇളക്കി, ഫുള്ള് മാറ്റ് ഇളക്കിയിട്ട് എൻ്റെ അടിയിൽ എന്തരടിക്കണ എമൽഷൻ പെയിൻറ്റാ. അങ്ങനെ എന്തായാലും അങ്ങനത്തെ സാധനം അടിക്കാനാണ് അടുത്ത പദ്ധതി. അപ്പം ഇത് ഫുള്ള് ഇളക്കണം. ഫുള്ള് ഇളക്കിയിട്ട് നനവുള്ള ഭാഗം ഉണക്കിയെടുത്ത് അങ്ങനെയൊക്കെ വേണം അടിക്കാൻ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് സീറ്റെല്ലാം നമ്മൾ അഴിച്ചെടുത്ത് ഇനി മാറ്റ് ഫുൾ ഇളക്കണം. പിന്നെ ക്ലീൻ ചെയ്യാനുണ്ട്. മാറ്റ് ഫുൾ ഇളക്കി പെയിൻ്റ് അടിച്ച് കീറാതല്ല, അതത്രയും ചെയ്തിട്ട് പെയിൻ്റ് അടിച്ച് ഉണങ്ങിയിട്ട് ഇന്ന് എന്തായാലും തിരിച്ചൊട്ടിക്കത്തില്ല. അപ്പോൾ അത് ഡേ 2 കാണിക്കാൻ. ഇന്ന് നമുക്കിത് ഇളക്കി പെയിൻ്റ് അടിക്കുന്നവരെ ഇന്ന് നമ്മൾ ചെയ്യും അല്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. ഈ ഇപ്പോൾ ഒരു വണ്ടിക്കകത്ത് നിന്നൊരു വീട് വയ്ക്കാനുള്ള മണൽ കിട്ടി അല്ലേ? പിന്നെ 2 ലോറിക്ക് ഇപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇത് വയ്യാണ് കിടിലും തന്നെ. പക്ഷേ നോക്കിയോ, പണി തറക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. ഒരു തുരുമ്പില്ല അതിൽ. ഒരു പ്ലേറ്റ് ഇട്ട് അടിക്കാണ്. ഈ ഒരു സൈഡിൽ ചെറിയൊരു പീസ് അടിച്ചത്. അതൊക്കെ സെറ്റാക്കി ഇറക്കാം. നോക്കിയോ, നമ്മൾ ഒന്നുകൂടെ വർഷാപ്പിൽ പോയത്.
കുറച്ച് പണിയുണ്ട് ഇവിടെ മാച്ച് ജസ്റ്റ് കുറച്ച് മാച്ച് പൊളി ചെറുക്കൻ മാസ് ഡ്രൈവിങ്ങിലാണ്. ബക്കറ്റ് ഡ്രൈവിങ്. ദിസ് ഈസ് ബക്കറ്റ് ഡ്രൈവിങ്. വീണ്ടും നമ്മളെ വർക്ക്ഷോപ്പിലെത്തി. ഇന്നത് കംപ്ലീറ്റ് ആക്കിയിട്ടേ കേസ് കാര്യമുള്ളൂ. നമ്മളെ പെയിന്റിങ് നടന്നില്ല പോലെ ബാച്ച് വർക്ക് ഇന്ന് കംപ്ലീറ്റ് ആണ്. യെസ്, നമ്മളെത്തിയിരിക്കുന്ന കേസ് വീണ്ടും ദേവിയിലെത്തിയിരിക്കുന്നു. അണ്ണോ കഴിക്കാൻ പോയി ആരും കാണുന്നില്ലല്ലോ കേസ്. നമ്മൾ അടുത്തായിട്ട് വണ്ടി സർവീസ് ചെയ്യേണ്ട. നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന ഈ പീസുകളുണ്ടല്ലോ, മെറ്റൽ പീസ്, അങ്ങനത്തെ പീസ് ഇതെല്ലാം അഴിച്ചു കളഞ്ഞു. തട്ടി കളയുക. കണ്ടില്ല, അവിടെ കുറെ ചുരുക്കമുണ്ട്. സർവീസ് ചെയ്തിട്ട് വേണം ഒക്കെ കൊണ്ട് കൊടുക്കാൻ. വണ്ടിക്കകത്ത് ഇപ്പോൾ ഒന്നുമില്ല, ഫുള്ള് നമ്മൾ ഇളകി കളഞ്ഞു. വീണ്ടും ബക്കറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ആദ്യ ഓക്കെ. ഓക്കെ, ഇന്നിപ്പോൾ സർവീസ് ചെയ്യുന്നവരെ കാണത്തുള്ള വീഡിയോ. ബാക്കിയുള്ള വീഡിയോ നമ്മൾ അടുത്ത ഡേ 2 വ്ളോഗിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സർവീസ് സെൻറ്ററിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ എന്തുവാ ഇവിടെ എല്ലാം സർവീസ് ചെയ്ത് സെറ്റാക്കാൻ പോകേസ്. എൻ്റെ ഫോൺ അടുത്തിലെ പണിയിട്ട് അതെല്ലാം ചെയ്തിട്ട് നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും.